കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മളിന്ന് രണ്ടാം അധ്യായം, ഗീതയിലത്തെ രണ്ടാം അധ്യായം സാഖ്യയോഗം ആണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞുല്ലോ. സാഖ്യം എന്നുള്ളതിനർത്ഥം പലതരത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് സംഖ്യകളെ ബേസ് ചെയ്തിട്ടെന്നൊന്ന്, പിന്നെ പെർഫെക്റ്റ് നോളേജ്, അതായത് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം, പരമജ്ഞാനം, വിദ്യ എന്നുള്ളൊരർത്ഥമുണ്ട്. പിന്നെ ഇതിൽ എന്താ വെച്ചാൽ സാഖ്യയോഗം ശരിക്കും അദ്വൈതമല്ല. എന്താ കാരണം വെച്ചാൽ ഈ ആത്മാവ് കാണുന്നതും വേറെ ആയിട്ടാണ്. അതായത് പ്രകൃതി പുരുഷനാണ്. പുരുഷൻ വെച്ചാൽ നമ്മൾ പറയുന്ന പരമാത്മ ചൈതന്യം. പ്രകൃതി പറഞ്ഞാൽ പുരുഷൻ്റെ ചൈതന്യമില്ലാതെ പ്രകാശിക്കാത്ത ഒരു എക്സിസ്റ്റൻസാണ് പ്രകൃതി. അപ്പോൾ അതായത് സിയർ എന്ന് പറഞ്ഞാൽ ദ്രഷ്ടാവ്, ആൻഡ് സീൻ ദൃശ്യം വേറെ ആയിട്ടാണ് സാഖ്യയോഗത്തിലെ. സിയർ ആൻഡ് സീൻ ആർ സെപ്പറേറ്റ്, അല്ലെങ്കിൽ ദ്രഷ്ടാവ് ദൃശ്യവും വേറെ ആയിട്ടാണ്. പക്ഷേ ശരിക്കുള്ള അദ്വൈതത്തിൽ ഒന്നേ ഉള്ളൂ എന്നാണല്ലോ, രണ്ടൊന്നും ഇല്ല എന്നാണല്ലോ. പക്ഷേ സാഖ്യയോഗത്തിൽ കൂടെയും അദ്വൈതത്തിലെത്താം. അങ്ങനെ ഒരു ഇതാണ് പുരുഷനും പ്രകൃതിയും. അതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ കാര്യമായിട്ട് നമ്മൾ ഇതിൽ പറയണതെന്താ വെച്ചാൽ, ഭഗവാൻ പറയണത് സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്താ വെച്ചാൽ, സാഖ്യബുദ്ധി അതായത് എന്താ അറിയോ, രണ്ട് കാര്യമേ ഉള്ളൂ സാഖ്യത്തിൽ. ഒന്നാണ് എന്താ അറിയോ, ഒന്ന് പ്രകൃതി പുരുഷൻ, ഒന്ന് പ്രകൃതി പറഞ്ഞില്ലേ. പുരുഷനേ ഉള്ളൂ യഥാർത്ഥം പുരുഷനാണ്. അതാണ് ബോധം എന്നോ പരമാത്മ ചൈതന്യം എന്നോ സൂപ്പർ കോൺഷ്യസ്നെസ് എന്നോ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്നോ അവെയർനെസ് എന്നോ ഒക്കെ നമ്മൾ പലതരത്തിൽ അതിനെ പറയും. പരമാത്മ ചൈതന്യം എന്ന് മലയാളത്തിൽ സംസ്കൃതത്തിൽ പറയാം, ബോധം എന്ന് പറയാം, അവെയർനെസ് എന്ന് പറയാം, കോൺഷ്യസ്നെസ് എന്ന് പറയാം. അതാണ് പുരുഷൻ. ആ പുരുഷൻ്റെ ശക്തി ഇല്ലാതെ പ്രകൃതി അല്ലെങ്കിൽ മായ എന്ന് പറയാം. മായയ്ക്ക് ഈ പുരുഷൻ എനർജി കൊടുത്തിട്ടാണല്ലോ മായ ആക്റ്റീവ് ആവണത്. അതൊക്കെ നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞുല്ലോ. അപ്പോൾ ആ പരമാത്മ ചൈതന്യം ഇല്ലാതെ പ്രവർത്തിക്കാത്ത പരമാത്മ ചൈതന്യത്തിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരു ശക്തിയും ഇല്ലാത്തതാണ് ഈ പ്രകൃതി. അപ്പോൾ അതിനെ സാഖ്യയോഗത്തിൽ ബോധം എന്നും അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം ജഡം എന്നും പറയും. ജഡം എന്താ വെച്ചാൽ ഈ ചൈതന്യം ഇല്ലെങ്കിൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് അറിയാമല്ലോ, നമ്മുടെ ബോഡി എടുത്താലേ നമുക്ക് ബോധം അല്ലെങ്കിൽ ആ അവെയർനെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ നമ്മൾ ഈ ബോഡി എന്താ പറയുക, ജഡം തന്നെയാണ് പറയുക, അല്ലെങ്കിൽ ശവം എന്നല്ലേ പറയുക. അപ്പോൾ സാഖ്യയോഗത്തിന് എന്താ വെച്ചാൽ, സാഖ്യബുദ്ധി എന്ന് പറയുമ്പോൾ അതിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒന്ന് ബോധം, ഒന്ന് ജഡം. അപ്പോൾ ഈ ജഡം എന്ന് പറയണത് നമ്മുടെ ശരീരം എടുത്തോളൂ. ശരീരത്തിൻ്റെ ഉള്ളിലത്തെ നമ്മളെ ചൈതന്യവത്താക്കുന്ന ആ പരമാത്മ ചൈതന്യം ഉണ്ടെന്ന് വിചാരിക്കുള്ളൂ ഉള്ളിൽ. ആ പരമാത്മ ചൈതന്യം വിട്ടുപോയാൽ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടേ, അല്ലേ, ജീവൻ പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെഡ് ബോഡിയെ പറയുമല്ലോ. അപ്പോൾ ആ പരമാത്മ ചൈതന്യമാണ് ബോധം. അപ്പോൾ സാഖ്യയോഗം അനുസരിച്ചിട്ട് ബോധവും ജഡവും രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ, ബോധം എന്നും എപ്പോഴും നിരന്തര സനാതനാണ് ബോധം. അതിനൊരിക്കൽ നാശമില്ല ആ പരമാത്മ ചൈതന്യത്തിന്. പക്ഷേ ആ പരമാത്മ ചൈതന്യം ഏതിനെയാണോ ചൈതന്യവത്താക്കുന്നത്, ആ ശരീരം ശരിക്ക് നിത്യം അല്ല, പെർമനൻ്റ് അല്ല. അത് ജനിക്കണു, കുറച്ച് കാലം എക്സിസ്റ്റ് ചെയ്യണു, നശിക്കണു. അപ്പോൾ സത്യമായിട്ടുള്ളത് ബോധം മാത്രമേ ഉള്ളൂ. ആ ബോധത്തിൽ പൊന്തി മറയുന്നതാണ് ഈ ശരീരമൊക്കെ. അത് സത്യമല്ല എന്ന് മാജീഷ്യനും മാജിക്കും പോലെ.
മജീഷ്യൻ റിയലാണ്, മാജിക്ക് നമുക്ക് തോന്നുകയാണല്ലോ. അതുപോലെ ഉള്ളൂ ജഡാണ് ശരീരം. ശരീരത്തിന് സ്വന്തമായിട്ട് ഒരു ശക്തിയില്ല, ജഡാണ്, മീൻസ് ശവം പോലെയാണ്. ആ ചൈതന്യം ഉണ്ടാവുകൊണ്ടാണ്. അപ്പം ശരിക്ക് സത്യമായിട്ടുള്ളത് ഈ പരമാത്മ ചൈതന്യം അല്ലെങ്കിൽ ബോധം മാത്രമേ ഉള്ളൂ, മറ്റത് സത്യമല്ല അതാണ് സാഖ്യബുദ്ധി. പിന്നെ യോഗബുദ്ധിയും കൂടി ഇതിൽ പറയുന്നുണ്ട്. എന്താ യോഗബുദ്ധി വെച്ചാൽ, സാഖ്യബുദ്ധി കുറച്ചൊരു വൈരാഗ്യവും ഒക്കെ വന്നാലേ നമുക്ക് ഞാൻ ആത്മാവാണ്, ഇവിടെ ആത്മാവല്ലാണ്ട് ഒന്നുമില്ല എന്നുള്ള ബോധം വരണമെങ്കിൽ കുറച്ചൊരു വൈരാഗ്യവും അതിനുള്ള ഒരു എലിജിബിലിറ്റി വേണം. ബുദ്ധി കൊണ്ടും നമ്മുടെ മനസ്സിൻ്റെ മാറ്റം കൊണ്ടും ഒക്കെ നല്ല വൈരാഗ്യമൊക്കെ വന്നാലേ അത് പറ്റുള്ളൂ, ഞാൻ ആത്മാവാണെന്ന് അവനവന് അനുഭവം. അത് പറ്റാത്തവർക്കാണ് യോഗബുദ്ധി. അതായത് സ്വധർമ്മമൊക്കെ അനുഷ്ഠിക്കണം നിവൃത്തിയിൽ. ഇപ്പോൾ അർജുനൻ്റെ സ്റ്റേറ്റിൽ നമുക്ക് കുറച്ചൊക്കെ അറ്റാച്ച്മെൻറ്റൊക്കെ ഉണ്ട്, എന്നാൽ കുറച്ചൊക്കെ നമുക്ക് ബോധമുണ്ട്, മുമുക്ഷുത്വം വേണമെന്നൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് സ്വധർമ്മം അനുഷ്ഠിക്കാണ്ട് വേഗം പോയി സന്യസിക്കാൻ തൊക്കെയുള്ള മനസ്സ് ശരിയായിട്ടില്ല. അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടല്ലോ അർജുനനെ പോലെ. അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊക്കെ വേണ്ടി യോഗബുദ്ധിയിൽ എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും ഫലാപേക്ഷ കൂടാതെ, അതായത് റിസൾട്ടിനെ പറ്റി വറി ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസും കർമ്മങ്ങളും നമുക്ക് അതുകൊണ്ട് ഞാനിത് ചെയ്തുകൊണ്ട് എന്ത് ഫലം എന്ന് ആഗ്രഹിക്കാതെയും അതിനെപ്പറ്റി വറി ചെയ്യാതെയും റിസൾട്ടിന് വേണ്ടിയിട്ടല്ലാതെയും നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങളെ ഏറ്റവും നന്നായി ചെയ്യുക. എങ്ങനെ? ഒരു കാര്യം കൂടി ഉണ്ട്, ഈശ്വരാർപ്പണമായിട്ട്. ഞാൻ ഭഗവാന്റെ കയ്യിലെ ഒരു വെറും ഉപകരണമാണ്. ഭഗവാൻ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണു, ഞാൻ ചെയ്യണു, അത് ഞാൻ ഭഗവാനായിട്ട് അർപ്പിക്കണു. ഇപ്പം അഥവാ ഞാൻ ചെയ്യാമെന്ന് ബോധമുണ്ടെങ്കിൽ പോലും അത് ഭഗവത് അർപ്പണമായിട്ട് എല്ലാ കർമ്മങ്ങളും ഫലാപേക്ഷ കൂടാതെ ചെയ്യണേനാണ് യോഗബുദ്ധി എന്ന് പറയുക. അപ്പോൾ ഇതിൽ സാഖ്യബുദ്ധി ആദ്യം പറയുന്നുണ്ട്, യോഗബുദ്ധിയും പറയുന്നുണ്ട്. യോഗബുദ്ധിയാണ് നമുക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുക. എങ്ങനെ? അങ്ങനെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്ത് ഫലാപേക്ഷ കൂടാതെ ചെയ്ത് നമ്മുടെ അപ്പം തന്നെ നമ്മുടെ മനസ്സ് നല്ല ശുദ്ധ പ്യൂരിറ്റി. അപ്പം ഈ യോഗബുദ്ധി എന്തിനാണ് നമ്മളോട് പറയണ ഭഗവാൻ വെച്ചാൽ, നമ്മൾ എല്ലാ കർമ്മങ്ങളും അറ്റ് അവർ ബെസ്റ്റ് ചെയ്യുക, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, വറി ചെയ്യാതെ ഫലാപേക്ഷ അല്ലെങ്കിൽ ഫലത്തിനെ പറ്റി ആഗ്രഹിക്കാതെ വറി ചെയ്യാതെ ചെയ്താൽ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ ഇറ്റ് ഈസ് ഓൺലി ടു പ്യൂരിഫൈ ദ മൈൻഡ്. അങ്ങനെ പ്യൂരിഫൈഡ് ആയിട്ട് മൈൻഡിൽ തന്നെ വൈരാഗ്യമൊക്കെ വന്ന് ഈശ്വര കൃപയ്ക്ക് സമയമാവുമ്പോൾ നമുക്ക് ജ്ഞാനം ഉദിക്കും. നേരെ നമുക്ക് സാഖ്യബുദ്ധി അങ്ങോട്ട് ഉപദേശിച്ചാൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം അവർക്ക് കർമ്മവാസനയുണ്ട്, സ്വധർമ്മം അനുഷ്ഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, കുറച്ചൊക്കെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, മുമുക്ഷുത്വം ഉണ്ടെന്ന് മാത്രം. ആഗ്രഹമുണ്ട് മോക്ഷം വേണമെന്നൊക്കെ, അത്രയേ ഉള്ളൂ, പോരാ മനസ്സിന്. അങ്ങനെയുള്ളവർക്കാണ് യോഗബുദ്ധി ഉപദേശിക്കണത്. അപ്പോൾ യോഗബുദ്ധി അഭ്യസിച്ചിട്ട് മനസ്സിനെ പ്യൂരിഫൈ ചെയ്തിട്ട് ശുദ്ധമാക്കിയിട്ട് ശുദ്ധമായ മനസ്സിൽ ഒരു ഗുരുവിൻ്റെ സഹായമോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ എന്താ വെച്ചാൽ അത് ഒരു ഗുരു, ഞാൻ ഫിസിക്കലി അല്ല പറയണം, ഒരു ഗുരുതത്വമോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് വൈരാഗ്യം പൂർണ്ണമായിട്ട് ജ്ഞാനം ഉദിക്കാൻ ഇടവരും. അതാണ് ഇതിൽ ഒരു ചുരുക്കിയിട്ടിപ്പോൾ ഞാൻ ഈ കർമ്മയോഗം കൂടി പറയേണ്ടതർത്ഥം. അതായത് ഫലം ആഗ്രഹിക്കാതെ യോഗബുദ്ധി അഭ്യസിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് കർമ്മയോഗി. അപ്പോൾ സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും പറയേണ്ടത്. സാഖ്യബുദ്ധി നന്നല്ലാങ്ങിട്ടല്ല, സാഖ്യബുദ്ധിയാണ് വേണ്ടത്. ജ്ഞാനം വേണമല്ലോ. അവസാനം എത്ര ഇതുണ്ടെങ്കിലും ജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനം നീങ്ങുള്ളൂ. ഇപ്പം നോക്കൂ, അജ്ഞാനം കൊണ്ടാണല്ലോ അർജുനൻ ഇത്ര ദുഃഖമൊക്കെ ഉള്ളത്. അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനത്തിനെ നീക്കാൻ ജ്ഞാനത്തിനേ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാൻ ആലോചിക്കുകയാണ് എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണമെന്ന്. എന്നിട്ടാണ് ആദ്യം സാഖ്യബുദ്ധി പറയുമെങ്കിലും യോഗബുദ്ധിയും പറയണത്. അർജുനനെ അത്രേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പോൾ നമുക്കറിയാലോ, ഇരുട്ട് നീക്കണമെങ്കിൽ വെളിച്ചം വേണ്ടേ? അപ്പോൾ ഇവിടെ ഇരുട്ടാണ് അജ്ഞാനം. അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ദുഃഖത്തിന് കാരണം അജ്ഞാനം മാത്രമാണെന്ന് പറയുന്നുണ്ട് ഗീത എല്ലാ ദിക്കിലും.
അപ്പോൾ നമുക്ക് ദുഃഖം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ ആ അജ്ഞാനം, ആ ഇരുട്ടാകുന്ന ദുഃഖത്തിനെ എങ്ങനെ മാറ്റാം? വെളിച്ചം കൊണ്ട്. ആ വെളിച്ചമാണ് എന്താ? ജ്ഞാനം. അതാണ് ഇതിലേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് പോവാം. എനിക്ക് മനസ്സിലായത് തന്നെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എങ്കിലും എനിക്ക് പറ്റുന്ന പോലെ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൽ സാഖ്യബുദ്ധി യോഗബുദ്ധി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ഈ രണ്ടാമത്തെ ചാപ്റ്റർ കഠോപനിഷത്തിലത്തെ എക്സാക്ട് ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അത്ര കഠോപനിഷത്തിനെ ഫോളോ ചെയ്യേണ്ട ഭഗവാനല്ല, കഠോപനിഷത്തിലും ഇതിലും ഒന്ന് തന്നെയാണ് എന്നർത്ഥം. ഇനി എങ്ങനെയാണ് ഈ അർജുനൻ്റെ ദുഃഖം വൈരാഗ്യം ആകുന്നതെന്നും, ആ വൈരാഗ്യം കുറച്ചും കൂടി വന്നപ്പോൾ ദുഃഖത്തിൽ നിന്ന് വൈരാഗ്യം വന്നു. വൈരാഗ്യം കൊണ്ടാണ് പിന്നെ ഭഗവാനോട് പറഞ്ഞത് എന്താ? ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എനിക്ക് ഉപദേശിക്കും, എനിക്കൊന്നും അറിയില്ല എന്ന് അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യും അല്ലേ? അപ്പോഴാണ് ഭഗവാൻ ഈ പരാവിദ്യ എന്ന് പറഞ്ഞാൽ ആ ആത്മജ്ഞാനം ഉപദേശിക്കണത്. സാഖ്യം, പെർഫെക്റ്റ് നോളജ് അല്ലേ? ആ സുപ്രീം നോളജ് ഭഗവാൻ അർജുനന് ഉപദേശിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ശ്ലോകം 1 പോവാം. സഞ്ജയ ഉവാചാണ് കേട്ടോ. തം തഥാ കൃപയാവിഷ്ടാമശ്രുപൂർണ കുലേക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദന. തം അശ്രുപൂർണകുലേക്ഷണം. എങ്ങനെയുള്ള അർജുനൻ? ടു ഹിം. ആര്? ഐസ്, കണ്ണ് നിറഞ്ഞൊഴുകുന്ന അർജുനനോട് എന്താ? കൃപയാവിഷ്ടം. മനസ്സ് ദയ കൊണ്ടിങ്ങനെ അലിഞ്ഞ മനസ്സോടുകൂടി. അത്ര കൃപാലുവാണ് ഭഗവാനെ, അത്ര കൃപണ്ട, ദയുണ്ട്. ഇത് കണ്ടിട്ടേ അർജുനൻ്റെ കണ്ണീര് ദുഃഖിക്കണ്ട ശരിക്കേ. എന്നിട്ടോ വിഷീദന്തം തം, ഇങ്ങനെ അങ്ങേയറ്റം വിഷാദത്തോടു കൂടിയിരിക്കുന്ന, ദുഃഖത്തോടു കൂടിയിരിക്കുന്ന അർജുനനോട് മധുസൂദനൻ ചാൽ ഭഗവാൻ ഇതം വാക്യം ഉവാച, ഇപ്രകാരം പറഞ്ഞു. അത്രയാണ് അതിൻ്റെ അർത്ഥമുള്ളൂ. അതായത് അർജുനനും കാരുണ്യം കൊണ്ടാണ്, ദയ കൊണ്ടാണ് ഇങ്ങനെ ദുഃഖം വന്നതേ അല്ലേ? അതൊരു നല്ല ഗുണമാണ്, സത്വഗുണം ആണല്ലോ കാരുണ്യം, ദയ, കമ്പാഷൻ നല്ലൊരു ഗുണമാണ്. അപ്പോൾ അർജുനൻ ഉണ്ടായിട്ടുള്ള ആ ദയ ഉണ്ടല്ലോ, വളരെ നല്ല ഗുണം തന്നെയാണ്. പക്ഷേ ഇപ്പം ഈ കരച്ചിലും ദുഃഖവും, ദയല്ല, കരച്ചിലും ദുഃഖവും എന്തുകൊണ്ടാണ്? അത് ഈ വെറും ഇമോഷനാണ്, വികാരമാണ്. അപ്പോഴേക്കും അതെ വികാരാധീനനാവുകയാണ്. ദയ വന്നു, ആ ദയ ഈസ് എ സാത്വിക് ഗുണമാണത്. പക്ഷെ അതിൻ്റെ കൂടെ കരച്ചിലും ദുഃഖവും വരുന്നത് എന്തുകൊണ്ടാ? വികാരം കൊണ്ടാ. അതാണ് ഇവിടെ അറ്റാച്ച്മെൻ്റ് കൊണ്ട് വന്നതേ, മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് മാറണമെങ്കിൽ, ഈ ദുഃഖം മാറണമെങ്കിൽ ആത്മജ്ഞാനം മാത്രമേ വഴിയുള്ളൂ. ഈ അജ്ഞാനത്തിനെ നീക്കാൻ ജ്ഞാനത്തിനല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഭഗവാന് ആ ഒരു മരുന്ന് കൊടുക്കണം. ആർക്ക്? ജ്ഞാനമാകുന്ന മരുന്ന് ഈ അജ്ഞാനമാകുന്ന രോഗത്തിന് വേണ്ടി കൊടുക്കണം അർജുനന്. അല്ലെങ്കിൽ നമ്മളൊക്കെ അർജുനനെ പോലെ തന്നെയാണ് അല്ലേ? എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ട് ദുഃഖിക്കണു. നമ്മൾ ദയുണ്ട് ചിലപ്പോൾ ഇതേപോലെയൊക്കെ നമുക്കുണ്ടാവും സന്ദർഭങ്ങളെ. ഭയങ്കര ദയുണ്ട്, അപ്പോഴേക്കും നമുക്ക് കരച്ചിൽ വന്നു, കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. നമ്മുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ പോരാ, ഇൻറ്റൻസ് ദുഃഖം, അത് വികാരമാണ്. പക്ഷെ ദയ സാത്വിക ഗുണമാണ് കേട്ടോ. ആ ദയയെ നമുക്ക് വലുതാക്കാം. പക്ഷേ ഈ വികാരത്തിനെ വലുതാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളുടെ വിവേകമൊക്കെ നഷ്ടപ്പെടും വികാരാധീനാവുമ്പോഴേ, ശരിയല്ലേ? നമുക്ക് ആ ചിന്താശക്തിയൊക്കെ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ ലോസ്റ്റ് ആവും കരച്ചിലും ദുഃഖമായാൽ. ദയാവാം, അതാണ് അപ്പോൾ ഇവിടെ പറയണം കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. കാരുണ്യം അസൽ തന്നെയാണ് ദയ. പക്ഷെ അതിൻ്റെ കൂടെ യു കനോട്ട് ഹാവ് ഈ വികാരം വന്നാൽ എന്താ ബുദ്ധിമുട്ട്? വളരെ ബുദ്ധിമുട്ടായി. നമ്മളെ
സോറി, മറ്റേ ഫോൺ അടിച്ചതാട്ടോ. അപ്പോൾ അപ്പം വികാരം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ പോവും. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞതാട്ടോ. ഇനി മാത്രമല്ല, ഇത്ര ഒരു ദുഃഖിച്ചൊരവസ്ഥയ്ക്ക് ഇരിക്കുമ്പോൾ ഭഗവാൻ ആലോചിക്കുകയാണ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇയാൾക്ക് സമാധാനം കൊടുക്കാൻ ഞാൻ എന്താ വേണ്ട എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഭഗവാനെ. ഇനി ഭഗവാൻ പറയണതാണ് കേട്ടോ. ശ്രീ ഭഗവാൻ ഉവാച. ഇനി ഭഗവാൻ പറയാണ്, രണ്ടാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ ഉവാച. അപ്പോൾ ഞാൻ ആദ്യത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. സഞ്ജയ ഉവാച. തം തഥാ കൃപയാവിഷ്ടമശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനാം. കൃതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യമകീർത്തികരം അർജുന. ആദ്യം ഒന്ന് ശാസിക്കണ പോലെയാണ് ഭഗവാൻ. ശരിക്കും ചിരിച്ചും കൊണ്ടാണ് എല്ലാം പറയണ ഭഗവാൻ, പക്ഷെ ഒരു ശാസന പോലെയാണ് കേട്ടോ. അർജുനെ വിളിച്ചു. വിഷമേ, ഈ ഒരു വിഷമസ്ഥിതിയിൽ അനാര്യജുഷ്ടം, സാധാരണ നിലയ്ക്ക് വളരെ നോബിളായിട്ടുള്ള അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാർ ചെയ്യാത്തത്. ആര്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം കേട്ടോ. അതായത് നോബിളായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നല്ല സംസ്കാരമുള്ള ആൾക്കാർ, വെരി സിവിലൈസ്ഡ് എന്നാണ് അർത്ഥം ആര്യൻ. അനാര്യജുഷ്ടം എന്താ ആര്യന്മാർക്ക് ചേരാത്തത്. അതായത് ശ്രേഷ്ഠത, നല്ല നോബിൾ അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാർക്ക് ചേരാത്ത വിധമാണ് എന്ത് ഇപ്പം അങ്ങ് ചെയ്യണത്, ഇങ്ങനെ വിഷമിക്കണത്. ശ്രേഷ്ഠന്മാർക്ക് ചേർന്നതല്ല ഈ വിഷമം, അകീർത്തികരം. മാത്രമല്ല ഇത് അങ്ങയുടെ യശസ്സിനെ ബാധിക്കും. ഫെയിം യശസ് പറഞ്ഞാൽ ഫെയിമാണ്. അങ്ങയുടെ ഫെയിമിന് അങ്ങയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും ഇത് ചെയ്യണത്. അങ്ങ് എത്ര വലിയൊരു വില്ലാളി വീരനാണ്. ഇപ്പം ഈ സമയത്ത് ഇങ്ങനെ ദുഃഖിക്കണതും ഇപ്പം കരയണതും ഒക്കെ ആ ശ്രേഷ്ഠന്മാർ ചെയ്യണ ഒരു കാര്യമല്ല, നോബിളായി അല്ലെങ്കിൽ ഇത്ര ഒരു ആയിട്ടുള്ളവർ. അത് അങ്ങേക്ക് റെപ്യൂട്ടേഷൻ തന്നെ ഇല്ലാണ്ടേക്കും. അതായത് കീർത്തിക്ക് ഒരു വിഘ്നവും, അത് യശസ്സില്ലാതെയാവും. അസ്വർഗ്യം, സ്വർഗത്തിന് ചേർന്നതല്ല. ഇതം കശ്മലം, ഇതെന്താ അറിയോ, വെറും മായ, ഡെലൂഷനാണ്. അങ്ങ് മായാമോഹിതനായിരിക്കുകയാണ്. കശ്മലം, ഇതം കശ്മലം, ഈ ഒരു മായാമോഹം. ത്വാ കുതഃ സമുപസ്ഥിതം, എവിടുന്ന് വന്നു നിനക്ക് ഈ ഒരു മനോഭാവം? എത്ര ധൈര്യവാനാണ് നീ അല്ലേ? എന്നിട്ട് എന്ത് പറ്റി നടക്കാമെന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ ഇപ്പം ഇങ്ങനെയുള്ള ഈ ദുഃഖിക്കണതുണ്ടല്ലോ, ദയസാരില്ല. ദുഃഖിക്കണത് ഒരു നിനക്ക് ചേർന്നതല്ല. മാത്രമല്ല നിൻ്റെ യശസ്സിനെ ബാധിക്കും, റെപ്യൂട്ടേഷനെ ബാധിക്കും. അത് സ്വർഗം നൽകുന്നതല്ല. കാരണം സ്വധർമ്മം ചെയ്യാതിരുന്നാൽ പാപാണ്. അപ്പോൾ സ്വർഗം നിനക്ക് നിഷേധിക്കപ്പെടും. മാത്രമല്ല ഇതൊരു നീ മോഹിക്കപ്പെട്ടവനായിട്ടാണ്. യു ആർ ഡെല്യൂഡഡ് എന്ന് പറഞ്ഞു. എവിടുന്ന് വന്നു? ത്വാ കുതഃ സമുപസ്ഥിതം, നിനക്ക് ഈ മനോഭാവം എവിടുന്ന് വന്നു? ഇങ്ങനെ ഒരാളൊന്നും അല്ലല്ലോ നീയെ, അതാണ് ചോദിക്കണം. അർജുനൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അറിയോ, സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നാണ് അർത്ഥം. ശരിക്കും നല്ല പ്യുവറായിട്ടുള്ള യാതൊരു കളവൊന്നും ഇല്ലാത്ത ആളാണെന്നാണ്. ഒരു പ്യുവർ ആൻഡ് സാത്വിക് ആയിട്ടുള്ള ആളാണ്. അപ്പം എങ്ങനെ മായാമോഹിതനായി? എങ്ങനെ വന്ന നിനക്ക് സംഭവിച്ചത്? അപ്പോൾ എന്താ അതിന് കാരണം വെച്ചാൽ, ഞാൻ എൻ്റെ എന്നുള്ള അഹന്ത മമത എന്ന് പറയും, ഐ ആൻഡ് മൈൻ, ആ വിചാരമാണ് ഇതിനൊക്കെ കാരണം. അർജുനന് ധർമ്മയുദ്ധം ചെയ്തിട്ട് അധർമ്മികളെ തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ശരിക്കും പറയാച്ചാൽ അത്ര കഴിവുള്ള ആളാണ്. തൻ്റെ രാജ്യത്തിനെയും ജനങ്ങളെ രക്ഷിക്കാൻ അധർമ്മികളെ ശിക്ഷിക്കുക തന്നെ വേണം അല്ലേ? മുമ്പിൽ നിൽക്കുന്നത് മുഴുവൻ അധർമ്മീസാണേനും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഇത്ര പാപാണ് എന്നൊക്കെ പറഞ്ഞ് കരയണതെന്ന് വെച്ചാൽ, എൻ്റെ ആൾക്കാരെന്നുള്ള വിചാരം കൊണ്ടാണ്. ഞാനാണ് ചെയ്യണ, എൻ്റെ ആൾക്കാരെയാണ് കൊല്ലണ. അത് രണ്ടും ഐ ആൻഡ് മൈൻ, ഞാനാണത് ചെയ്യണ, ഭഗവാൻ ചെയ്യിക്കുക എന്നുള്ള വിചാരമില്ല. അതാണ് പറ്റിയതേ.
ഞാൻ ഭഗവാന്റെ കയ്യിലൊരു ഇൻസ്ട്രുമെൻ്റാണ്, ഞാൻ ഒരു ഉപകരണമാണ്, ഞാൻ ചെയ്യാന്നല്ല. ഐ ആം ദ ഡൂവർ എന്ന് നല്ലോണം ഉണ്ട്. പിന്നെയോ എൻ്റെ ബന്ധുക്കളെയാണ് കൊല്ലണേ, എൻ്റെ പിതാമഹനെയാണ്, എൻ്റെ ഗുരുവിനെയാണ്, ഇത് വിചാരണ്ടേ. അതുകൊണ്ടാണ് ഈ യുദ്ധം ചെയ്യാൻ തന്നെ പറ്റാത്തത്, അല്ലേ? നമ്മൾ കണ്ടുല്ലോ. അതൊക്കെ ഒരു ക്ഷത്രിയന് ചേർന്ന വിചാരങ്ങളാണോ? അല്ലല്ലോ. അപ്പോൾ ഇത് ശരിക്കും ഒരു മായാമോഹിതനാണ്. അത് ഹീ ഈസ് റിയലി ഡെല്യൂഡഡ്. അങ്ങനെയുള്ളവർക്ക് സ്വന്തം ധർമ്മം ഡ്യൂട്ടി ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ കശ്മലെന്ന് പറഞ്ഞുവല്ലോ. കശ്മളെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു 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 എന്താ പറയുക, ഫീബിൾ അല്ലെങ്കിൽ കുട്ടികളെ പോലെ ഒരു വേണ്ട പോലെ ചിന്തിക്കാൻ പറ്റാത്തൊരു മനസ്സെന്നർത്ഥം. അതായത് ഞാൻ ആരാണെന്ന് മറന്ന പോലെയാണ് അർജുനൻ പെരുമാറുന്നത്. ഞാൻ ആരാണ്, അവനവൻ്റെ ഐഡൻറ്റിറ്റി മറക്കുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയാണ് അപ്പോൾ ചെയ്യണതേ. അപ്പോൾ ശരിക്കും പറയാച്ചാൽ ഇനിയിപ്പോഴാണ് ആദ്യം അത് പറയും, സാഖ്യബുദ്ധി പറയും. അതായത് നമ്മൾ ബോഡിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ ഇനി അതിനെപ്പറ്റി പറയും. അതാണ് എന്തായാലും എന്ത് പറ്റി നിനക്ക് എന്നാണ് ഭഗവാന്റെ. അത്രയ്ക്ക് വില്ലാളി വീരന് എത്ര ധൈര്യമുള്ള ആളാണ്, എത്ര ശുദ്ധം ചെയ്തതാണ്. എന്ത് പറ്റിയിപ്പം നിനക്ക്? ഭഗവാനറിയാം എന്തുകൊണ്ടാ ഞാൻ യുദ്ധം ചെയ്യണമെന്നും ഞാൻ എനിക്ക് ഇത്രയും പ്രിയപ്പെട്ടവരെ കൊല്ലുന്നു എന്നുള്ള ഒരൊറ്റ വിഷമം കൊണ്ടാണ് ഇതുണ്ടായതെന്ന് അറിയുകയും ചെയ്യാം. ഓക്കെ, ഭഗവാനറിയാം. അപ്പോൾ 2 വായിക്കാം. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. ഇനി 3. ക്ലൈബ്യം എന്ത് നന്നായിട്ടാണ് ഭഗവാൻ അപ്രോച്ച് ചെയ്യണം നോക്കിക്കോളൂ. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. വളരെ നല്ലൊരു ശ്ലോകം. നമുക്കൊക്കെ അതേപടി നമുക്ക് ജീവിതത്തിൽ ഉപകാരമാവണ ശ്ലോകം. എന്താ പറയണ? അർജുന, ക്ലൈബ്യം മാസ്മ ഗമ. നീ ഈ മനസ്സിൻ്റെ ഈ ചാഞ്ചല്യം, അതായത് ഫിക്കിൾനെസ് കളയൂ. ഈ നിൻ്റെ ഈ മനസ്സിൻ്റെ ആ ഒരു 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 ശക്തിയില്ലായ്മയ്ക്ക് അടിമയാവരുത്. അതിന് വഴങ്ങിക്കൊടുക്കരുത്. മനസ്സിൻ്റെ ഈ ശക്തിക്കുറവിന്, അല്ലെങ്കിൽ ആ ഫീബിൾനെസ് ഓർ ഫിക്കിൾനെസ്, അതൊരു സ്ഥിരത ഇല്ല, ഫീബിളാണ്, അത്ര ശക്തിയില്ലാത്ത മനസ്സിൻ്റെ അടിമയായി ആവരുത് നീ. ത്വയി ഏതത് ന ഉപപദ്യതേ. ഇത് നിനക്ക് ചേർന്നതല്ല. ഈ ഒരു മനോഭാവം, ഈ ആറ്റിറ്റ്യൂഡ് നിനക്ക് ചേർന്നതല്ല. പരന്തപ പറഞ്ഞ എന്താണ്? വൺ ഹൂ ഈസ് തപശക്തി കൊണ്ട് ശത്രുക്കളെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ ശക്തിയുള്ള ആളെന്നാണ് പരന്തപ എന്ന് പറഞ്ഞത്. വൺ ഹൂ ഈസ് കേപ്പബിൾ ഓഫ് ഡിസ്ട്രോയിങ് എനിമീസ് ഓർ അങ്ങനെ പറയാം. പിന്നെ വൺ ഹു ഹാസ് ഇമെൻസ് തപശക്തി, നല്ല തപശക്തി ഉണ്ട്. അതുകൊണ്ട് എത്ര വലിയ ശത്രുക്കളെയും തപിപ്പിക്കുക പറഞ്ഞാൽ എന്താ, അവരെ വിഷമിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് അർത്ഥം. അതാണ് പരന്തപ. അത്ര ശക്തിയുള്ള ആളാണല്ലോ, അതുകൊണ്ട് അങ്ങനെ വിളിച്ചത്. അതുകൊണ്ട് ഈ വീക്ക്നെസ് നന്നല്ല പറയുക. എന്നിട്ട് പിന്നെന്താ പറയുക? ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വ. നിൻ്റെ ഈ വീക്ക്നെസ് ഉണ്ടല്ലോ, ഈ ഒരു തളർച്ച, മനസ്സിൻ്റെ തളർച്ചയെ നീയെ ഇല്ലാതാക്കൂ. ഗിവ് അപ്പ്, അതിനെ കളയൂ. ഈ ഹൃദയ ദൗർബല്യം പറഞ്ഞാൽ വീക്ക്നെസ് അല്ലേ? ഈ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഈ വീക്ക്നെസ്സിനെ തുടച്ച് മാറ്റൂ, കളയൂ. അതാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വ പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കൂന്ന്. നിൻ്റെ ഈ ഹൃദയത്തിൻ്റെ വീക്ക്നെസ്സിനെ ഉപേക്ഷിക്കൂ, ദൗർബല്യത്തിനെ ഉപേക്ഷിക്കൂ. പിന്നെയോ ഉത്തിഷ്ഠ, വെയ്ക്കപ്പ് ആൻഡ് ഗെറ്റ് റെഡി. വെയ്ക്കപ്പ്, ഉത്തിഷ്ഠ പറഞ്ഞാൽ നീക്കാൻ പറയുകയാണ്. നീ ഇങ്ങനെ ഇരിക്കാണല്ലോ അവിടെ, നീക്കൂ. എന്നിട്ട് ജസ്റ്റ് ബി ആക്റ്റീവ്, ഡു യുവർ ധർമ്മം എന്ന് പറയുകയാണ്. വെച്ചാൽ നല്ലോണം എൻകറേജ് ചെയ്യാണ്.
അർജുനനെ ശരിക്കും പറയാച്ചാൽ ദേവന്മാർക്ക് പോലും അത്ര ബഹുമാനമാണ്. അവർ യുദ്ധത്തിന് സഹായിക്കാനൊക്കെ വിളിക്കും അല്ലേ. ശരിക്കും ഒരു പുരുഷ കേസരി എന്നുള്ള പേരൊക്കെ അർജുനനൊക്കെ പറ്റേണ്ടത്. അതായത് സിംഹമാണെന്ന്, പുരുഷന്മാരിൽ സിംഹം. അത്ര അത്ര ശക്തി, അത്ര വീര ശൂര പരാക്രമിയാണ്. അപ്പോൾ ഈ വീക്ക്നെസ് ഒട്ടും അർജുനനെ ചേർന്നതല്ല. നല്ല മാൻലിനെസ് എന്ന് പറയില്ല, നമ്മൾ ആണത്തുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാലോ ആ പൗരുഷവും ആ ഇതുമൊക്കെ എവിടെ പോയി? അതുകൊണ്ടാണ് പറയണത്, നിൻ്റെ ഈ പിന്നെ പിന്നെ എന്താണ് ഇതുണ്ടല്ലോ, പിന്നെ തളർച്ച, മനസ്സിൻ്റെ തളർച്ചയൊക്കെ മറന്നിട്ട് അവിടുന്ന് പോരൂ എന്ന് പറയാണ്. അപ്പോൾ നിനക്ക് ഈ പൗരുഷം അല്ലെങ്കിൽ മാൻലിനെസ് ഇപ്പം അത്യാവശ്യം വേണ്ട സമയമാണ്. അപ്പോൾ നീ അതിന്ന് പുറത്തേക്ക് വരൂ. എന്നിട്ട് പിന്നെ എന്താണ് അപ്പോൾ പറയണത് എന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് ഇപ്പം പൗരുഷം എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ ഫ്രീ വിൽ എന്ന് പറയാം കേട്ടോ. അതായത് ഫ്രീ വില്ലാണെന്ന് പറയാം പൗരുഷത്തിന്. നമുക്ക് നല്ല പിന്നെ നല്ല ഡിറ്റർമിനേഷനും ആ നമ്മുടെ ഫ്രീ വില്ലിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യാനുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, പിന്നെ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഭഗവാനെ ഇങ്ങോട്ട് ശരണാഗതി അടഞ്ഞാൽ മതി, എന്നാൽ പിന്നെ ഞാനാ ചെയ്യണം എന്നുള്ള വിചാരമില്ലല്ലോ. ക്ലൈബ്യം എന്ന് പറയുന്നുണ്ടല്ലോ ഒരു വാക്ക്, അത് എന്താ അറിയോ, ക്ലൈബ്യം എന്താ അറിയോ, അത് സ്ത്രീലിംഗവും അല്ല പുല്ലിംഗവും അല്ല. അതായത് ക്ലൈബ്യം എന്നുള്ള വാക്ക് ഫെമിനിനും അല്ല, ഇംഗ്ലീഷിൽ പറയാ വെച്ചാൽ ഫെമിനിൻ അല്ല, മാസ്കുലിനും അല്ല. അതായത് പിന്നെ അർജുനോട് പറയണം, ക്ലൈബ്യം എന്നുള്ള വാക്ക് വേണച്ചിട്ടാണ് ഉപയോഗിച്ചത്. എന്താ വെച്ചിട്ടുണ്ടോ, നിനക്കിപ്പോൾ എങ്ങനെയാച്ചാൽ യുദ്ധം ചെയ്യാനും വയ്യ, എന്നാൽ തോറ്റ് പിന്മാറാനും വയ്യ, രണ്ടും വയ്യ പാവം. എന്നുവെച്ചാൽ അത്രയ്ക്ക് യുദ്ധത്തിൽ ജയിച്ച ആളാണ്. എന്നാൽ യുദ്ധം ചെയ്യാൻ വയ്യ, സ്വന്തം ആൾക്കാരെ കൊല്ലാനും വയ്യ. അപ്പം എന്താ, അതുകൊണ്ടാണ് ക്ലൈബ്യം എന്നുള്ള, അതായത് നപുംസകം എന്ന് പറയില്ലേ, അതായത് ആണുമല്ല പെണ്ണുമല്ല. ക്ലൈബ്യം എന്ന് മീൻസ്, ക്ലൈബ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണെന്ന്. അതായത് സ്ത്രീയും അല്ല പുരുഷനും അല്ല, സ്ത്രീലിംഗം എന്നല്ല, സ്ത്രീ പുരുഷനും അല്ല, സ്ത്രീയും അല്ല. അപ്പം ആരാ അതിനിടയ്ക്ക് അല്ലേ. അപ്പോൾ നമ്മൾ നപുംസകം എന്നൊക്കെ മലയാളത്തിൽ പറയുമല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. എന്താ അറിയോ, നിനക്കിപ്പോൾ ശരിക്ക് എന്താണ് പോയിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്നും അതും വയ്യ, യുദ്ധം ചെയ്യാനും വയ്യ, യുദ്ധം ചെയ്യാണ്ട് അവർക്ക് കീഴടങ്ങാനും വിഷമമുണ്ട്, ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വല്ലാത്തൊരു സ്ഥിതിയാണ്. വളരെ ശൂര പരാക്രമിയായിട്ടുള്ള ആളൊക്കെ കൗരവന്മാരൊക്കെ ഇതിന് മുമ്പേയും ഇതായിട്ടുണ്ട് കേട്ടോ. ബൃഹന്നരുടെ കാര്യത്തിലൊക്കെ പിന്നെ കൗരവന്മാരോട് തന്നെ യുദ്ധം ചെയ്തിട്ടുണ്ട് അല്ലേ. നല്ലൊരു പിന്നെ എന്താണ് അത്ര ഒരു നല്ല സമയത്തൊന്നുമല്ല, അല്ലാണ്ട് തന്നെ. അപ്പോൾ ശരിക്കും തന്നെ ഇപ്പോൾ ശ്രീകൃഷ്ണൻ സാരഥിയും കൂടിയാണ്, പിന്നെ എന്താ പേടിക്കാനുള്ളത്. പക്ഷേ അത് അങ്ങോട്ട് ബോധ്യമാവില്ല. ഒരു എന്താ പറയുക, ഒരു ഭീരുത്വം, കവേർഡ്നെസ് വന്നിറക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വേണച്ചിട്ടാണ് ഭഗവാൻ ഇതൊക്കെ വേണച്ചിട്ടാണ്. ശരിക്കും നല്ല ധൈര്യമുള്ള ആളല്ലേ. ഇപ്പം ഇങ്ങനെ എന്താണ് അർജുനൻ്റെ ധൈര്യം കെടുത്തിയതും അല്ലെങ്കിൽ അർജുനൻ്റെ മനസ്സിനെ തളർത്തിയതും ഭഗവാന്റെ പ്ലാൻ തന്നെയാണ്. എന്താ അറിയോ, അങ്ങനെ ആയാലേ ഇപ്പം ഇവിടെ നല്ല ഗീത ഉപദേശിക്കാൻ പറ്റുള്ളൂ. ഒരു ഡിവൈൻ പർപ്പസാണ് എന്ത്, അർജുനെ സത്യം മനസ്സിലാക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും പിന്നെ എന്താണ് ഹൃദയത്തിന് അങ്ങനെ വലിയ തളർച്ചയൊന്നും ഇതുവരെ ഒരിക്കലും ഉണ്ടാവാത്ത ആളാണ്. അപ്പോൾ ഭഗവാൻ തന്നെ വേണച്ചിട്ട് പിന്നെ അർജുനൻ്റെ മനസ്സിനെ തളർത്തി. അപ്പോൾ തളർത്തിയിട്ട് കുറച്ച് വൈരാഗ്യമൊക്കെ വരുമ്പോൾ ഗീത ഉപദേശിക്കാൻ വെച്ചിട്ടാണ്. അപ്പം ഇവിടെ ഹൃദയം വെച്ചാൽ മനസ്സ് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആത്മജ്ഞാനത്തിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മനസ്സ് തളർത്തിയപ്പോൾ, എന്നിട്ട് പിന്നെ ഭഗവാൻ തന്നെ പറയുകയാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യെന്ന്. അയ്യോ ഇങ്ങനെ വീക്കാവരുതെന്ന് അങ്ങനെ പറയുകയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ മനസ്സിൻ്റെ വീക്ക്നെസ്സിന് സ്ലേവ് ആവരുത്, മനസ്സിനെ നീ നിയന്ത്രിച്ച് നിർത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ഭഗവാനെ എങ്ങനെ ഇപ്പം ഈ തൽക്കാലം ഇതാവേണ്ടതെന്ന്. അപ്പോൾ ശരിക്കും അൾട്ടിമേറ്റ്ലി ഇത് ഭഗവാന്റെ പ്ലാൻ തന്നെയാണെന്ന് പറയാം. എല്ലാതേലോ
എല്ലാം ഭഗവതി ഇച്ഛയല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ഈ ശ്ലോകം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം കേട്ടോ. അല്ല മതി, ഇവിടെ നിർത്താം, ഇവിടെ വായിച്ചിട്ട് നിർത്താം. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. അതാണ് ത്വയി നൈതത്വയുപപദ്യത എന്നുള്ളതാണ് നമ്മൾ മുറിച്ചത്. ത്വയി ഏതത് ന ഉപപദ്യതയെന്ന്. ഇത് നിനക്ക് ചേർന്നതല്ലാന്ന്, നിനക്ക് ചേർന്ന ഒരു മനോഭാവമല്ല ഇതെന്ന്, അതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. 3 എണ്ണേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആദ്യം കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുവല്ലോ, അത് കാരണേ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.